എടാ ഞാൻ മറ്റന്നാൾ ഗൾഫിൽ പോക്കാടാ. അതിനും കൂടി പണിക്കുണ്ടാവും. എടാ നീ എന്തിനാണ് ഗൾഫിൽ പോകുന്നടാ? ഇത് ഇഷ്ടം പോലെ പണിയില്ലേ, പിന്നെ എന്തിനാ അങ്ങേക്ക് പോകേണ്ട ആവശ്യം? എടാ അവിടെ പോയാൽ നമ്മളിപ്പോഴത്താളൊന്നും ഉണ്ടാവില്ല, ഒറ്റക്ക് റൂമിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ ചിന്തിച്ചൊക്കെ എൻ്റെ അടുത്ത് കുട്ടീനെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് എത്ര ടെൻഷനാവും. എടാ ആടുന്നാകുമ്പോൾ ഒറ്റക്ക് അലക്കലം വേണം, ഒറ്റക്ക് ഭക്ഷണം ആക്കണം. ഇവിടുന്നാകുമ്പോൾ ഉമ്മയും ഓളെല്ലാം ആക്കി തരൂലേ. അപ്പോൾ ജോലി കളിക്കാനൊന്നും ആരുമില്ല, നമ്മൾ ഇവിടുന്ന് ഫുട്ബോളും ക്രിക്കറ്റെല്ലാം കളിക്കുന്നല്ലേ. ഈ ചിന്തിച്ചൊക്കെ അടുത്ത അവസ്ഥ അവിടെ പോയാലല്ലേ. എന്തിനാ പോകുന്നിനി? നീ എന്നാടാ പറയുന്നേ? ടിക്കറ്റെല്ലാം എടുത്ത് എല്ലാം ഓക്കെ ആക്കിയതാ. നീ ഓരോന്നും പറഞ്ഞ് ടെൻഷൻ അടുപ്പിക്കല്ല എന്നെ. നീ എന്ത് വർത്താനാമീറ പറയുന്നേ? ചെക്കൻ പാവം എങ്ങനെയും കഷ്ടപ്പെട്ട് പോയിക്കോട്ടെ, രക്ഷപ്പെടുന്നുണ്ട് രക്ഷപ്പെട്ടോട്ടെ. എടാ അമീറെ, എൻ്റെ വീട് ജപ്തി ആയിട്ട് ഇബ്രാഹിം വിളിന്ന് സഹായിച്ചത് നിങ്ങളാണ് പറയുന്നിട്ട്. ആടാ ആ ചെക്കനോട് ഞാൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ആ തെരുവിൽ ഇറങ്ങേണ്ടി വരുമായിരുന്നു. അമീറെ, ആ ചെക്കനെന്ന് പോകുമ്പോൾ നീ എന്തെല്ലാം പറഞ്ഞു? എനിക്ക് ഓർമ്മയുണ്ടാ? ആ ചെക്കനെന്ന് പോയോണ്ടല്ലോ രക്ഷപ്പെട്ടിന്. എൻ്റെ വാക്കും കേട്ടിട്ട് നിന്നെങ്കിൽ നമ്മളെപ്പോലെ ഇപ്പോൾ പെയിൻ്റ് അടിച്ച് നടക്കുന്നുണ്ടാവില്ലേനോ? പ്രവാസികൾ അങ്ങനെയാണ്, അങ്ങ് പോയി കഴിഞ്ഞാൽ പഴയത് ചെയ്തതെല്ലാം മറക്കും. എല്ലാവരും പ്രവാസികളെ ഉണ്ടാവും. പ്രവാസികളെ കുറ്റം പറയാൻ നാട്ടുകാരെല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു ദുരന്തം വന്ന പ്രവാസികളെ ഉണ്ടാവും ഒരു സഹായത്തിന്. പ്രവാസികൾ നമ്മുടെ നാടിൻ്റെ സൗഭാഗ്യമാണ്. ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് അവർ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ഒന്ന് നമ്മൾ ഓർക്കണം: പ്രവാസിയുടെയും വിയർപ്പും കണ്ണുനീരും കൊണ്ടാണ് നമ്മൾ ഇവിടെ സുഖിച്ച് ജീവിക്കുന്നത്. പ്രവാസം എന്ന് അവസാനിക്കുന്നുവോ അന്ന് തീരും നമ്മുടെ ഈ കൊച്ചു കേരളം.